എടി നന്ദു, എനിക്ക് എന്തൊരിഷ്ടാണെന്നോ ആ സാറിനെ. പൂർണ്ണചന്ദ്രനെ വെല്ലുന്ന മുഖം. ശരിയാ, എന്തൊരു പേഴ്സണാലിറ്റി. ആരും കൊതിച്ചു പോകുന്ന വിനയാത്രമായ പെരുമാറ്റം. ദേവദാരു പൂത്തപ്പോൾ. രചനാ സംവിധാനം റസിയ മുട്ടിൽ. അവളിപ്പോൾ എവിടെയായിരിക്കും? ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അനുരാഗ ചിന്തകൾ മനസ്സിനെ വീർപ്പ് മുട്ടിച്ചു. അവളോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ അയാൾക്ക് ഇതുവരെ ധൈര്യം വന്നിട്ടില്ല. അയാൾ ശങ്കിച്ചു. പ്രതികരണം ഇഷ്ടമല്ല എന്നാണെങ്കിലോ? വേണ്ട, വെറുതെ വേദനിക്കുന്നേക്കാളും നല്ലത് മൗനമായി സ്നേഹിക്കുന്നതാ. സ്കൂൾ വരാന്തയിൽ തൂണും ചാരി ഒറ്റയ്ക്ക് നിൽക്കുന്ന പാവം പാവാട പെണ്ണിനെ അയാൾ ഓർമ്മയിലിരുത്തി. ഡിഗ്രി കഴിഞ്ഞ് അങ്ങ് ദൂരെ ഉപരിപഠനത്തിന് പോയെങ്കിലും അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ അസ്തമിച്ചില്ല. പഠനമെല്ലാം കഴിഞ്ഞു. ഇന്നിപ്പോൾ ജോലിയായി. തിരക്കുകൾക്കിടയിലും എപ്പോഴൊക്കെയോ അവളുടെ പുഞ്ചിരി മനസ്സിൽ നിറയും. യുഗാന്തരങ്ങൾ പിന്നിട്ടാലും അവളെ പ്രണയിക്കാൻ അയാൾക്ക് അതുമാത്രം മതിയായിരുന്നു. ആ പെരുമഴയത്തും അയാൾ വിയർക്കുന്നുണ്ടായിരുന്നു. അന്നേ അത് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. അമ്മയ്ക്കും ആർക്കും എതിർപ്പൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്നിട്ടും ഞാൻ പറഞ്ഞില്ല, പറയാൻ തോന്നിയില്ല. അനുരാഗിന് പരിഭവം തോന്നി. ജോലി കിട്ടിയത് മുതൽക്കേ ആകെ ടെൻഷനാണ്. ഓഫീസിലെത്തിയാൽ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാൻ നേരമില്ല. നോക്കി തീർക്കാനുള്ള ഫയലുകൾ കുന്നുകൂടി കിടക്കും. നീട്ടിവെച്ചാൽ ഇരട്ടി പണിയാകും. അതിനിടയിൽ പ്രോജക്റ്റുകളും മറ്റു പദ്ധതികളുമായി 100 കൂട്ടം കാര്യങ്ങൾ നോക്കണം. ജന്മനാടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇപ്പോൾ അനുരാഗിൻ്റെ ചുമലിലാണ്. ചിന്തകളിൽ ഓഫീസ് ക്യാബിനുകൾ മിന്നിമറഞ്ഞു. ആരതിയെ ഒരു കോണിലൊളിപ്പിച്ച് മനസ്സൊന്ന് തെന്നിമാറി. അല്പം യാമിനിയിലുടഞ്ഞു. അവൾ പുതിയ സ്റ്റാഫാണ്. ആരതിയെപ്പോലെ അവളും അഴകുള്ള പെൺകുട്ടി, നല്ല സ്വഭാവം. ഇടയ്ക്കെല്ലാം ഫയലുകളുടെ കൂമ്പാരവുമായി അവൾ ക്യാബിനിലേക്ക് കടന്നു വരും. അനുവാദം പോലും ചോദിക്കാതെ അധികാരമട്ടിൽ. അയാൾക്കതിൻ്റെ കാര്യം പിടികിട്ടിയില്ല. യാമിനിയുടെ ഉള്ളിലെ ഇഷ്ടദേവനായിരുന്നു അയാളെന്ന് വളരെ വൈകിയാണ് അയാൾ അറിഞ്ഞത്. യാമിനിയുടെ ഉറ്റ സുഹൃത്ത് നന്ദിനിയായിരുന്നു. അവളുടെ ജീവന്റെ ജീവനാണ് അയാളെന്ന് ഒരിക്കൽ വരാന്തയിലിരുന്ന് നന്ദിനിയോട് യാമിനി പറയുന്നത് അയാൾ ഓർത്തെടുത്തു. എടി നന്ദു, എനിക്ക് എന്തൊരിഷ്ടാണെന്നോ ആ സാറിനെ. പൂർണ്ണചന്ദ്രനെ വെല്ലുന്ന മുഖം. ശരിയാ, എന്തൊരു പേഴ്സണാലിറ്റി. ആരും കൊതിച്ചു പോകുന്ന വിനയാത്രമായ പെരുമാറ്റം. ഇത് കേട്ടുകൊണ്ട് അയാൾ തിടുക്കത്തിൽ ക്യാബിനുള്ളിലേക്ക് പോയതും ഓർമ്മയിൽ തെളിഞ്ഞു. ഓരോ ദിനവും അനുരാഗിന് തിരക്കേറിയതായിരുന്നു. ഫയലുകളെല്ലാം ക്ലിയർ ചെയ്യാൻ സഹായത്തിനായി പിയോൺ സലീംക ഉണ്ടാകും. ഇടയ്ക്കിടെ അയാൾ അനുരാഗിനോട് ചോദിക്കും, അല്ല സാറെന്താ ഇത്രയും കാലമായിട്ട് പെണ്ണെട്ടാത്തേ? ഏയ്, സമയമായിട്ടില്ല. സമയമൊക്കെ ആവുമ്പോൾ താനേ അതൊക്കെ നടക്കും. ആ മറുപടിയിൽ നിരാശയില്ല, തികഞ്ഞ ആത്മവിശ്വാസം മാത്രം. ദേവയാനി ഒരുപാട് കഷ്ടപ്പെട്ടാണ് തൻ്റെ മകനെ വളർത്തി വലുതാക്കിയത്. തങ്ങളുടെ മകനെ ഒരു IAS കാരനാക്കുക എന്നതായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം. അനുരാഗിനും അതേ മോഹമായിരുന്നു. പിന്നീടുള്ള ദിനങ്ങളിലൊക്കെയും IAS ട്രെയിനിങ് മസ്തിഷ്കത്തിൽ പിടിമുറുക്കി. എല്ലാത്തിനും അച്ഛൻ്റെ പിന്തുണയുണ്ടായിരുന്നു. അച്ഛൻ ധനാഢ്യനായിരുന്നു. ഒരപകടത്തിൽപ്പെട്ട് അച്ഛൻ കിടപ്പിലായി. സ്വത്തുക്കളെല്ലാം വിറ്റുപെറുക്കി ചികിത്സിച്ചെങ്കിലും അച്ഛനെ രക്ഷിക്കാനായില്ല. അച്ഛൻ്റെ അവസാന വാക്കുകൾ അയാൾ ഓർത്തു. ദേവയാനി, നമ്മുടെ മോനെ നീ പഠിപ്പിച്ച് വലിയ ആളാക്കണം. അറിയാലോ, അവൻ്റെ ആഗ്രഹം പോലെ അവനൊരു കളക്ടറാക്കണം. എൻ്റെ കണ്ണടഞ്ഞാലും അവനൊരു കുറവും ഉണ്ടാവരുത്. അനുരാഗിന്റെ കണ്ണുകൾ പിടഞ്ഞു. അയാൾ കർച്ചീഫെടുത്ത് മുഖം തുടച്ചു. അച്ഛൻ്റെ അവസാന സ്വരങ്ങളിൽ പതറാതെ അമ്മ തന്നെ ഇവിടം വരെ എത്തിച്ചു. അച്ഛൻ എപ്പോഴും ചോദിക്കുമായിരുന്നു, എൻ്റെ മോനെ ഒരു ഉദ്യോഗസ്ഥനായി കാണാൻ എനിക്ക് നിയോഗം ഉണ്ടാവോ ദേവു? അത് കേൾക്കുമ്പോൾ അയാളുടെ അമ്മ പറയും, വേണ്ടാത്ത ഒന്നും ഓർത്ത് ഇപ്പൊ വിഷമിക്കണ്ട. ശരിയാ, എല്ലാം ദൈവഹിതം. നമുക്കും മോനും ദൈവം നല്ലതേ വരുത്തൂ. അച്ഛൻ്റെ അവസാനത്തെ വാക്കുകളിൽ അമ്മ തൊണ്ടയിടറി കരഞ്ഞതും ബോധമറ്റു വീണതുമെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ അയാൾക്ക് തോന്നി. കാലത്തിന് പോലും മായ്ക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ച് അച്ഛൻ വിട പറഞ്ഞ നിമിഷങ്ങൾ. അനുരാഗിന്റെ ഇടനെഞ്ച് നീറിപ്പുകഞ്ഞു. അയാളിൽ കണ്ണുനീർ പൊടിഞ്ഞു. എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ ഇന്ന് ഞാനൊരു കളക്ടറാണ്. അച്ഛൻ്റെ ആത്മാവ് ഇപ്പം ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: അനുരാഗ്,
ചന്തുലാൽ, യാമിനി കൊച്ചുറാണി തോമസ്, നന്ദിനി ട്രേസി പോൾ, സലീം ക നൌഫൽ വാളാട്, അച്ഛൻ മുഹമ്മദ് ഷാഫി പുൽപ്പള്ളി, അമ്മ എം എൻ ആനന്ദവല്ലി, ആരതി ടാനിയ ലൂയിസ്.